ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് വന്ന ഞാൻ ഒന്നും വള്ളി വലിച്ചിട്ടില്ല. എല്ലാത്തിനും വേദന ഉണ്ടായി. ഞാൻ ഓരോ ഭാഗം കഴിച്ച് എന്നെ ഓരോ ഭാഗം അടിച്ചു സമയത്ത് നായി കൊണ്ടുപോയി. അത് കുഴപ്പമില്ല. ഈ പൈസ ഉണ്ടല്ലോ ഞങ്ങൾ അവിടുന്ന് എല്ലാരും കൂടി ഇന്നത്തെ പന്നുമില്ലാതെ ആര് കൊണ്ട് പഠിച്ചു, ആര് പഠിച്ചു. അല്ല അത് കുഴപ്പമില്ല. നിങ്ങൾ മാറിയ ആള് വേണല്ലോ കേട്ടോ. നാട്ടിലെ സ്വന്തം ആള് വേണം. നിങ്ങളെ പൈസ പോലീസ് സ്റ്റേഷനിൽ കിട്ടുകയും ചെയ്യും. പിടിച്ചോ കുഴപ്പമില്ല. നമുക്ക് ഒന്നും പ്രശ്നമില്ല. അവന് കൊണ്ടുപോകത്തോ ഞാൻ എവിടെ പൈസ കിട്ടും. പേടിക്കൊന്നും വേണ്ട. ആയിക്കോട്ടെ തന്നെ ഇരുന്നോളൂ. നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളൂ. ഒന്നും വരില്ല. ഓക്കെ നീ അവിടെ ആവശ്യ കണ്ണുങ്ങളതോ അവിടെ പൈസ അവിടെ വിളിച്ച ആവശ്യ കണ്ണെന്തോ ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ കീശയിൽ വെച്ചാൽ എല്ലാം കൂടി പുറത്ത് വെക്കണ്ട കേട്ടോ. മറ്റേ പൈസ കിട്ടും. മറ്റേ പൈസ കിട്ടും കേട്ടോ. ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ സാർ. നല്ല നാട് വേണം. നല്ല നാട്ടിലെ കള്ളന്മാരി വേണ്ട. കള്ളന്മാരി ഒഴിവാക്കണം. കള്ളന്മാരിക്ക് അടിച്ചിരിക്കണം ഇവിടെയൊക്കെ. കള്ളന്മാരി അതേമാതിരി ഞാൻ ആൾ നോക്കാം. അതേമാതിരി ആൾക്ക് കള്ളൻ ചെയ്തിട്ട് സുഖമുണ്ടെങ്കില് ദൈവമില്ല. രാജസ്ഥാന് ഞാൻ ആദ്യം മാർബിൾ ടൈൽസ് നൈറ്റ് ഓടിക്കാനുണ്ടായി. നിങ്ങളുമാരി ഉണ്ടായി. അതേമാതിരി മലയാളം പഠിച്ചില്ല. കുറെ ആയി നമുക്ക്. ഞാൻ ഇപ്പൊ കേസ് ഉണ്ട് നമുക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ GRPF കേസ് ചെയ്യാൻ വന്ന. അവനെ പൈസ കിട്ടില്ല. നമുക്ക് 2 കുട്ടികളുണ്ട്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അല്ല അവിടെ താമസക്കൊന്നുമില്ല. കോഴിക്കോട് താമസക്കൊന്നുമില്ല. ബസ് സ്റ്റാൻഡിലുള്ള പോയിട്ട് കഴിഞ്ഞു. പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കടുക്കു. അത്രേ ഉള്ളൂ. ഒരാഴ്ച ആയിട്ടില്ല നമുക്ക് വന്നിട്ട്. കാൽ ട്രെയിനില് നാട്ടില് പോകാൻ സമയത്ത് 2018 2ാമത്തെ മാസത്തിലെ 11-ാം തീയതിയില് ഞാൻ നാട്ടില് പോയി സമയത്ത് ഒരാളെ വണ്ടിയില് ഞാൻ ഉള്ള കയറി അവനാളിറങ്ങി ഒരാൾ തട്ടിച്ച് അതാണ് പോയി. കേസുണ്ട് GRPF കൊല്ലായിട്ട് കേസുണ്ട്. മെഡിക്കലില് ട്രീറ്റ്മെന്റ് ആയി നമുക്ക്. മെഡിക്കലിന് 2 മാസം നിക്കി കോളേജില് ഹോസ്പിറ്റലില്. കേസില് കൊണ്ടുപോയിട്ട് GRPF പോലീസുകാർ കൊണ്ടുപോയി. മൊത്തം പോയി. നമുക്ക് മൂക്ക് പോയി. മൊത്തം കേട ഭയങ്കര കേടയാമ. നമുക്ക് വേദന ഉണ്ട്. ഭയങ്കര ചൊട്ടിക്കാൻ പറ്റില്ല. എത്ര കേടാവും. കാക്ക ഞാൻ സത്യം പറഞ്ഞ നീ ചോദിച്ചോക്ക. പോലീസ് സ്റ്റേഷൻ പോയിട്ട് ചോദിച്ചോക്ക. വലൈ റെയിൽവേയിലെ പോലീസ് ചോദിച്ചോക്ക. വലൈ കേസുണ്ട്. ഞാൻ ആദ്യം വക്കീൽമാരി വിളിച്ച് ബിനോയ് വക്കീൽ പേര് ബിനോയ് വക്കീലുണ്ട് അഡ്വക്കേറ്റ്. അവന് പറഞ്ഞു നിങ്ങൾ വാ പൈസ കിട്ടൂ. ഞാൻ വന്ന അതാണ് പ്രശ്നം. വേറെ ഒന്നും പ്രശ്നമില്ല. അനക്ക് അച്ഛൻ നമ്പർ ചോദിച്ചോക്ക. അന്ന് ഞാന് കൊല്ലായിട്ട് ഈ അച്ഛൻ നമ്പർ ഉണ്ട് നമുക്ക്. അല്ല എണ്ണത്തില്ല. അന്നത്തെ സിമ്മ് കിട്ടില്ല. ഒന്ന് മൊബൈലിന്റെ ബാറ്ററി ഓഫാണ്. ശിവറാം. നമുക്ക് പേര് ശിവറാം. നമുക്ക് അച്ഛന് പേര് गोपाल. നമുക്ക് നാട് സ്വന്തം राजस्थान जिला करौली, राज्य राजस्थान जिला करौली, पिन कोड नंबर 322255 और मेरा गांव मांडई. നമുക്ക് വന്നിട്ട് എവിടെ വയസ്സ് നമുക്ക് 34.